എന്തേ രാമക്ഷേത്രത്തിന്റെ കാര്യത്തിൽ സാദിഖ് അലി തങ്ങൾ അവസാനമായി പറഞ്ഞത്? എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ, നിങ്ങൾ ആലോചിക്കണം, എവിടെ എത്തി ലീഗിന്റെ നേതൃത്വം? ഇത് മതേതരത്വത്തിന്റെ പ്രതീകമാണ്, അല്ലേ? ഇനി എന്താ അടുത്ത സ്റ്റെപ്പ്? പള്ളികളിലെ ബാങ്ക് വിളി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ നിർത്തിയ പോലെ ഈ ഫാസിസ്റ്റ് ഭരണം തന്നെയാണ് വീണ്ടും ഇങ്ങോട്ട് വരുന്നെങ്കിൽ കേരളത്തിൽ ബാങ്ക് കൊടുക്കുന്നു നമുക്ക് തോന്നുന്നുണ്ടോ? അപ്പൊ എന്താ പറയാ, ബാങ്ക് കൊടുക്കുന്നത് എന്തിനാ? ഇവിടെ ഒരുപാട് മുസ്ലിങ്ങൾ എന്തിനാ ബാങ്ക് കൊടുക്കുന്നത്? നിസ്കരിക്കാൻ സമയമായി എന്നറിയിക്കാൻ. അപ്പൊ ഫത്വ വരും പാണക്കാടുന്ന്. അത് വാച്ചും സമയം അറിയിക്കാൻ ഒരു സംവിധാനം ഇല്ലാത്ത കാലത്തായിരുന്നു. ഇപ്പൊ എന്തിനാ ബാങ്ക്? നമ്മളെ മൊബൈൽ ഫോണിൽ ടൈമിംഗ് സെറ്റ് ചെയ്താൽ 5 നേരം ബാങ്ക് കൊടുക്കും. അതുകൊണ്ട് അത് പ്രശ്നമാക്കണ്ട, പറയില്ലേ? പറഞ്ഞ് കേൾക്കും. അധികം വൈകാതെ ലീഗിന്റെ പ്രവർത്തകന്മാർ എഴുതി വെച്ചോ, പാണക്കാട് നിന്ന് ഫത്വ വരും, ബാങ്കിന്റെ ആവശ്യമില്ല. പിന്നെന്താവും? ജുമ നമസ്കാരം പാടില്ല, കുത്തുബ പാടില്ല. എന്താ കാര്യം? അവിടെ ജനങ്ങൾ സംഘടിക്കുന്നു, അവിടെ വർഗീയമായ പ്രചരണം നടക്കുന്നു. ജുമ നിർത്തും. എന്ത് ചെയ്യും? അപ്പൊ വരും പാണക്കാട് നിന്ന് ഫത്വ. എന്താ ഫത്വ? ജുമ എന്തിനാ? മുസ്ലിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു ദിവസം മതപരമായ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ പ്രഭാഷണം ഉണ്ടാവുക. അത് മൗലവിമാര് മൊബൈലിൽ പ്രസംഗിച്ചാണ് വിട്ടാൽ മതി. ഓരോ മഹല്ലും ഗ്രൂപ്പ് ഉണ്ടാക്കുക, വീട്ടിലിരുന്ന് കേട്ടാ പോരെ. വെറുതെ ജുമയ്ക്ക് സമയം കളയണ്ട, ലോറിസ്കരിച്ചാൽ മതി. വരൂലേ? എഴുതി വെച്ചോ പ്രിയപ്പെട്ട മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരെ, അടുത്ത 2ാമത്തെ ഫത്വയാണ്. 3ാമത്തെ ഫത്വ പള്ളികൾ പൂട്ടണം, കൂട്ട നമസ്കാരം ഒന്നും പാടില്ല. കണ്ടുകൊണ്ടിരിക്കല്ലേ എന്താ ഉത്തരേന്ത്യയില്? പള്ളികൾ പൂട്ടിയപ്പോ റോഡിന്റെ സൈഡില് പൊതുസ്ഥലങ്ങളിൽ മുസ്ലിങ്ങൾ പ്രാർത്ഥിക്കുന്നു, നമസ്കരിക്കുന്നു. വെള്ളിയാഴ്ച മോഡിന്റെ പോലീസ് പോയി ചവിട്ടുന്നത് വീഡിയോ കാണാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ? പള്ളികൾ പൂട്ടി, എവിടെയെങ്കിലും നിസ്കരിക്കണ്ടേ? ചവിട്ടി മറിക്കുന്നു. ആ അവസ്ഥ വരും. അപ്പൊ വീട്ടിൽ നിസ്കരിച്ചാൽ മതി എന്ന് പറയും. ഇത്രയൊക്കെ കണ്ടിട്ടും അനുഭവിച്ചിട്ടും കഴുത്തിന്റെ നേരെ വാളിങ്ങനെ വെച്ച് നിൽക്കുക. അപ്പോഴും വിരോധാരോടാ? കമ്മ്യൂണിസ്റ്റുകാരോടല്ലേ? എന്താ ഈ വിരോധം? എന്ത് വിരോധം? രാജ്യത്തിന്റെ പാർലമെന്റിൽ പൗരത്വ ഭേദഗതി നിയമം പാസാക്കുമെന്ന് പറഞ്ഞൊരു മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് തിരുവനന്തപുരത്ത് പത്രസമ്മേളനം നടത്തി ഈ സംസ്ഥാനത്ത് അത് നടപ്പിലാക്കില്ല എന്ന് ഈ രാജ്യത്ത് ആദ്യമായി പറഞ്ഞ കമ്മ്യൂണിസ്റ്റിന്റെ മുഖ്യമന്ത്രി, അല്ലേ? എന്തെല്ലാം വിഷയങ്ങളിൽ ഞാൻ ആവർത്തിക്കണോ? ഈ നെഞ്ചിഞ്ഞ് പൊളിച്ച് കാണിച്ചു കൊടുക്കാൻ സാധിക്കൂ? ഇപ്പോഴും എന്താ പണി? ഈ മുഖ്യമന്ത്രിയെയും ഈ പ്രസ്ഥാനത്തെയും ഈ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെയും RSSനോട് ചേർത്ത് വായിക്കുക, അല്ലേ? രാപ്പകലില്ലാതെ RSSന് വേണ്ടി വിടുപണി ചെയ്യുന്നവർ അവരാണ്. വീണ്ടും അതിനോടൊപ്പം നിൽക്കുന്നു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതൃത്വം. എവിടെ എത്തും ഈ നാട്? 2024 വീണ്ടും ആവർത്തിച്ചാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ എണ്ണി എണ്ണി ഇവിടെ നടക്കൂലേ? എന്താ UP-യിലേക്ക് സ്ഥിതി? ഗുജറാത്തിലെ സ്ഥിതി? എത്ര മാപ്പിളാരെ താടി വടിച്ചു വിട്ടു? മണിപ്പൂർ ഇവിടെ സൂചിപ്പിച്ചു, ഞാൻ കിടക്കുന്നില്ല. താടിക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ജയ് ശ്രീരാം ശ്രീരാം പറയിപ്പിക്കല്ലേ? അങ്ങനെ പറയണം. എത്ര എണ്ണത്തിന്റെ മുട്ട മുറിച്ചു? സഹോദരിമാർ ക്ഷമിക്കണം. ജനസംഖ്യ വർദ്ധ